മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകൾ കൈമാറുന്നതിന് മുൻപുള്ള കിഫ്കോണിന്റെയും ഊരാളുങ്ങളുടെയും സംയുക്ത പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗുണഭോക്താക്കളുടെ വീടുകളുടെ താക്കോൽ കൈമാറ്റവും തുടരുകയാണ്. ആദ്യഘട്ടമായി 7 വീടുകളുടെ താക്കോൽ കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. എന്നാൽ 178 വീടുകളുടെയും നിർമ്മാണം പൂർത്തിയായ ശേഷം ഒരുമിച്ച് താമസം തുടങ്ങും എന്ന നിലപാടിലാണ് ഗുണഭോക്താക്കളുള്ളത്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നു. കുഴപ്പങ്ങളില്ലാത്ത വീടെന്ന് ഉറപ്പിക്കാനുള്ള സംയുക്ത പരിശോധന ഇപ്പോൾ നടക്കുകയാണോ? ഇന്നലെ 7 വീടുകളുടെ താക്കോൽ കൈമാറിയെങ്കിലും ഒരുമിച്ചേ മാറൂ എന്നവർ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എപ്പോൾ നൽകും? ഈ പരിശോധനയുടെ വിശദാംശങ്ങൾ എന്താണ്? സ്മൃതി, കിഫ്കോണിന്റെയും ഊരാളുകളുടെയും സംയുക്ത പരിശോധന ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായ വീടുകളിൽ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ കാണുന്ന 7 വീടുകളാണ് ഇന്നലെ താക്കോൽ കൈമാറിയ ആദ്യഘട്ടത്തിൽ താക്കോൽ കൈമാറിയ വീടുകൾ. നേരത്തെ 178 വീടുകൾ, അതായത് ആദ്യഘട്ടത്തിൽ സോൺ 1-നുള്ള 178 വീടുകളിലെ താക്കോൽ കൈമാറ്റം ഉണ്ടാകുമെന്ന് അറിയിച്ചു. എന്നാൽ ഇന്നലെ കൈമാറ്റം ചെയ്തത് ക്ലസ്റ്റർ 3-ലെ, അതായത് സോൺ 3-ലെ ക്ലസ്റ്റർ എയിലുള്ള 7 വീടുകളാണ്. ആ 7 വീടുകളിൽ ഒരു വീടുകളുടെ മുൻഭാഗമാണ്. ഇവിടെ ഇപ്പോൾ ക്ലീനിങ് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ നമ്പർ കണ്ടാൽ അറിയാം. പ്ലോട്ട് നമ്പർ 3A202, അതായത് 3ാമത്തെ ക്ലസ്റ്ററിലുള്ള 202 202 നമ്പർ വീടാണ്. അത്തരത്തിലുള്ള 7 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ തന്നെ പൂർത്തീകരിച്ചു. ടാങ്കുകളിലേക്കൊക്കെ തന്നെ വെള്ളം എത്തിച്ചിട്ടുണ്ട്. വീടുകളിൽ മറ്റ് സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വീടിനകത്തേക്ക് കയറിയാൽ കാണാം. ഇതിനകത്ത് എല്ലാവിധ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാക്കി ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള ശുചീകരണ പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തിപ്പോൾ ചേച്ചിമാരൊക്കെ ഈ വീട് ക്ലീൻ ചെയ്യാനുള്ള ജോലി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീടിനകത്ത് നേരത്തെ 7 വീടുകളിലേക്കുള്ള താക്കോൽ കൈമാറിയിരുന്നു. ഇതിനകത്തിപ്പോൾ വെള്ളമൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ വെള്ളമില്ല അല്ലേ ചേച്ചി? സ്മൃതി, ഇതിനകത്തേക്ക് വെള്ളത്തിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എന്താ ചേട്ടാ, എന്താ സ്ഥിതി പറഞ്ഞേ? മുകൾ ഭാഗത്ത് വെള്ളമുണ്ടോ? ടാങ്കിൽ വെള്ളമുണ്ടോ? സ്മൃതി, അതായത് മുകൾ ഭാഗത്തെ വാൾവ് അടച്ചതെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ഏതായാലും വീടിനകത്തുള്ള നിർമ്മാണ പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കി 7 വീടുകളുടെ താക്കോലുകളാണ് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം 178 വീടുകൾ, നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച 1ാം ഘട്ടത്തിലെ 178 വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ഒരുമിച്ച് മാത്രമേ അവർ വീടുകളിലേക്ക് മാറി താമസിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. മുണ്ടക്കൈ ചൂരൽമല സ്വദേശികളായ 7 ആളുകൾക്കാണ് 7 ഗുണഭോക്താക്കൾക്കാണ് ഇന്നലെ താക്കോൽ കൈമാറിയത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ വീടുകളൊക്കെ തന്നെ വീടുകളിലേക്ക് കയറി താമസം നടത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് സർക്കാർ ടൗൺഷിപ്പിലെ വീടുകളുടെ താക്കോലുകളും പൊടുന്നനെ മുൻകൂട്ടി അറിയിക്കാതെ കൈമാറിയത്. നിർമ്മാണ പ്രവൃത്തിയും സുരക്ഷാ പരിശോധനയും പൂർത്തിയായ 178 വീടുകളിലേക്കാണ് ആളുകൾ മെയ് 2ാം വാരത്തോടെ വീടുകളിലേക്ക് മാറി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പറഞ്ഞിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് ഈ 7 വീടുകളിലേക്കുള്ള വീടുകളുടെ താക്കോൽ ദാനം ഉണ്ടായത്. നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയും ഒപ്പം കിഫ്കോണിന്റെയും സംയുക്തമായ ഗുണനിലവാര പരിശോധനയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 3 ഘട്ടമായി കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇതിന് പരിശോധന പൂർത്തിയായിരുന്നു. പരിശോധനയ്ക്കിടെ ഗുണഭോക്താക്കൾ ചൂണ്ടിക്കാണിച്ച ചില അപാകതകളൊക്കെ തന്നെ അധികൃതർ പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്നാണ് ഇപ്പോൾ ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ചു ചേർത്ത് താക്കോലുകൾ കൈമാറിയത്. ഏതായാലും വരും ദിവസങ്ങളിലും സംയുക്ത പരിശോധന നടക്കും. അതിനോടൊപ്പം ഓരോ വീടുകളിലേക്കുമുള്ള ഗുണഭോക്താക്കൾക്ക് എത്തി നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ഊരാളുങ്കലും കിഫ്കോണും സംയുക്തമായി അത്തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചതിന് ശേഷം വീടുകളിലേക്ക് ആളുകൾക്ക് മാറി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് ഒരുമിച്ച് ഞങ്ങൾ താമസം തുടങ്ങും എന്നാണ് ഗുണഭോക്താക്കൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അവിടെ സംയുക്ത പരിശോധനയും പുരോഗമിക്കുകയാണ്.